brethren and here as well. രൂത്തിന്റെ പുസ്തകം Turning to the book of Ruth, 2-ാം അധ്യായം chapter 2, 3-ാം വാക്യം. verse 3. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലക്കിന്റെ കുടുംബക്കാരനായ ബോവസിലുള്ള വയലിൽ ആയിരുന്നു ചെന്നത്. രൂത്ത് ചാപ്റ്റർ 2 verse 3. So she went out and began to glean in the fields behind the harvesters. As it turned out, she found herself working in a field belonging to Boaz, who was from the clan of Elimelech. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ അവൾ പോയി. By the grace better. As it turned out, she found herself working in a field belonging to Boaz. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യാവസ്ഥ ഉണ്ടായി. In my own life, there was a very blessed occurrence. നല്ലവനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു എന്ന ബോവസിന്റെ വയലിൽ എനിക്കും വരുവാൻ ഇടയായി തീർന്നു. Just like he did for Ruth, God allowed me to enter into the field of Boaz. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് മുന്നോട്ട് വന്നത്. I grew up in a Hindu background. എൻ്റെ വലിയപ്പച്ചൻ ഒരു മന്ത്രവാദിയായിരുന്നു. My grandfather was a magician. ഒരു ക്രിസ്ത്യാനി ഒരു ബൈബിൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. A Christian gave him a Bible. ആ ബൈബിൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ രൂപാന്തരമുണ്ടായി. And because of that Bible, there was a major change in his life. അദ്ദേഹം യേശുക്രിസ്തുവിനെ അറിഞ്ഞു വിശ്വസിച്ചു. He came to know the Lord Jesus Christ and trust in him. CSA ക്രിസ്ത്യാനിയായി. And he became a Christian. എൻ്റെ ഫാദർ ആ സമയത്ത് വിശ്വസിച്ചില്ല. At the time, my father didn't really believe. എൻ്റെ ഫാദർ കല്യാണം കഴിച്ച ഒരു ഹിന്ദു സ്ത്രീയാണ്. My father had married a Hindu woman. അങ്ങനെ ഞങ്ങളും അന്ധകാരത്തിലായിപ്പോയി. And because of that, we were also in darkness. വർഷങ്ങൾ കഴിഞ്ഞു. Years later, ഒരു ദേവദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. A man of God came to our house. അദ്ദേഹം ഒരു മർത്തോമയിലെ ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. He was an evangelist from the Marthoma church. വീട്ടിൽ പ്രയർ ആരംഭിച്ചു. We started a prayer at our house. ബൈബിൾ സ്റ്റഡി നടത്തി. There was a Bible study. കുടുംബത്തിൽ ചില പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു. And because of that, some of the dear ones in our family put their trust in Jesus. മർത്തോമ ക്രിസ്ത്യാനിയായിട്ട് തീർന്നു. And they ended up as Marthoma Christians. എൻ്റെ ബ്രദർ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് കോന്നിയിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. My brother went to Bible college and then ended up to do the mission field in Koni. ഒരിക്കൽ അദ്ദേഹത്തെ സന്ദർശിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നു. And one time I went to visit him there. ഞാൻ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. At that time I was just going forward with the desires of the world. ശബരിമല സീസണിലെ ഹിഞ്ചരൊക്കെ വായിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്ന ഒരു ജോലി എനിക്കുണ്ടായിരുന്നു. I had a job where I was going things related to Hindu tradition. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് എനിക്ക് തോന്നി. I thought that all the things of the world were very pleasing to me. പാപത്തിൽ ഞാൻ ജീവിച്ചു. I was living in sin. എന്നാൽ കോന്നിയിൽ വന്ന സന്ദർഭത്തിൽ when I came to Koni, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകാനിടയായി. There was a opportunity for a major change in my life. ഒരു ആത്മീയ മീറ്റിംഗിൽ സംബന്ധിച്ചു. There was a very spiritual meeting. അവിടെ വെച്ചാണ് യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്ന ദൈവം എന്നുള്ള ബോധ്യമുണ്ടായത്. That's when I came to the realization that the Lord Jesus was a living God. ഒരു പ്രത്യേകമായ ഒരു അനുഭവം അന്ന് അവിടെ ഉണ്ടായി. I had a very particular occurrence that day. ആശ്ചര്യകരമായ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. I was able to experience the presence of God. ചില ദിവസങ്ങൾ മുന്നോട്ട് പോയി. A couple days later, ഞാൻ പ്രാർത്ഥനാ റൂമിൽ പ്രവേശിച്ചു. I went into the prayer room. ഞാൻ പറഞ്ഞു ഞാൻ അസ്വസ്ഥനാണ്. I said, എനിക്ക് സമാധാനമില്ല. I have no peace. അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കർത്താവാണെങ്കിൽ എന്നോട് ഇടപെടണം. If you are the living God, you need to intervene in my life. ആ റൂമിൽ വെച്ചൊരു ദൈവീയ സാന്നിധ്യം ഇടപെടൽ എനിക്കുണ്ടായി. And in that room I witnessed the presence of God. ഒരു പുതിയ മനുഷ്യനായിട്ട് ഞാൻ പുറത്തിറങ്ങി. I left that room as a new man. പക്ഷേ ആ സമയത്ത് രക്ഷിക്കപ്പെട്ടില്ല. I wasn't saved. യോഹന്നാന്റെ സുവിശേഷം ഞാൻ വായിക്കാനിടയായി. But I started to read the book of John. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങി. And the Holy Spirit started speaking to me. ഞാനൊരു പാപിയാണെന്നും അതിന്റെ ഒരു ശിക്ഷയുണ്ടെന്നും ദൈവാത്മാവിനോട് പറഞ്ഞു. The Holy Spirit told me that I was a sinner and that there was a punishment. യേശുക്രിസ്തു എന്ന ഏക രക്ഷിതാവിനെ എനിക്ക് അനിവാര്യമായിട്ട് എനിക്ക് തോന്നി. I believe that the Lord Jesus was the only savior. പാപമോചനം ക്രിസ്തുവിലാണെന്നുള്ള ബോധ്യം ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി. The Holy Spirit gave me the conviction that ഞാൻ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. That the Lord Jesus was the savior and that I accepted him as my Lord and Savior. ചില വർഷങ്ങൾ കഴിഞ്ഞു. A couple years later,
പത്തനംതിട്ടയിൽ വെച്ച് ബഹുമാനീയനായ TM ഡാനിയൽ സാറുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു. A couple years later in Pathanamthitta, I met Brother TM Daniel, കൂടുതലായിട്ട് വേദപുസ്തകത്തിന്റെ ആഴമായ സത്യങ്ങൾ ഗ്രഹിപ്പാനായിട്ട് ഇടയായി. and I was able to understand in greater depth some of the things of വിശേഷാൽ ഉപദേശ കാര്യങ്ങളെ സംബന്ധിച്ച് related to doctrine. ഡോക്ടറേറ്റ്. അങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹീതമായ ഈ ബ്രദറൻ എന്ന വയലിലേക്ക് സമൂഹത്തിലേക്ക് വരുവാൻ ദൈവം എന്നോട് കരുണ കാണിച്ചു, ദൈവം കൃപ ചെയ്തു. And through that, God blessed me by allowing me to come into the Brethren Church. പത്തനംതിട്ട അസംബ്ലി എന്നെ കമന്റ് ചെയ്തു. I was commended by Pathanamthitta Assembly. 15 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. I worked there for 15 years. അവര് എന്നെ അനുവദിച്ചു തുമ്പവൺ എന്ന് പറയുന്നത് 10 കിലോമീറ്റർ മാറി ഞാൻ അവിടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നു. And now around 10 kilometers away, I work in സഭാ പരിപാലനം, ഞാനൊരു മൂപ്പരും കൂടെയാണ്, ഒരു എൽഡറാണ്. I'm also an elder there. സഭയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. I do various ministries related ഹൗസ് to the church, വിസിറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റൽ മിനിസ്ട്രി, house visiting and hospital, പരസ്യങ്ങൾ, as well as public meetings, അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്തു വരികയാണ്. and I do other ministries like that. ഈ അനുഗ്രഹിക്കപ്പെട്ട രാജ്യത്തിൽ കടന്നു വരുവാൻ I was able to come to this ദൈവം മുഖാന്തരം ഒരുക്കി. because of God. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സഹോദരൻ പ്രിയ റോയ് ഫിലിപ്പ് അവറുകളാണ്, കുടുംബമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. Brother Roy Phillip and their family was the ones that brought me here. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 10 വർഷം ഞാൻ താമസിച്ചു. I stayed in his house for about 10 years. ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. And I was able to experience the love of God and the. എന്റെ വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷമാണ്, 9 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞിനെ ദൈവം നൽകിയത്. Around 9 years after my wedding, I had my first child. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ താമസിച്ച ആ സമയത്താണ് ദൈവം അത്ഭുതകരമായ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തത്. And it was during the time when I was living at brother's house that God performed this. ഡോക്ടർമാരെല്ലാം ഞങ്ങളെ കൈവിട്ടതാണ്. All the doctors gave up on us. കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് But we trusted in God. യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് മനസ്സിലായി. And we understood that the Lord Jesus is the God of miracles. ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി And as an answer to the prayers of his people, ദൈവം ഒരു കുഞ്ഞിനെ നൽകി തന്നു. God gave us a child. അവനിപ്പോൾ 20 വയസ്സായി. And he is now 20 years old. വൈഫിന്റെ പേര് ബിന്ദു എന്നാണ്. My wife's name is Bindu. പ്രത്യേകം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. Please keep us in prayers. ഈ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് നമ്മൾ കടന്നു വരാം. Let's come to this portion that we just read. ഈ റൂത്തിന്റെ പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. The book of Ruth is a very blessed book. ഒത്തിരി കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. There's a lot of different stories in there. ഇവിടെ എലിമേലക്കുണ്ട്. There's Elimelech. അദ്ദേഹം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവ് എന്നാണ്. And the meaning of that word is God is my king. അദ്ദേഹത്തിന്റെ ഭാര്യ നവോമിയുണ്ട്. And then there's the wife Naomi. പ്രസന്നതവതി, പ്രസന്നത. Pleasant. വേറെ ഒരു കഥാപാത്രമുണ്ട് രൂത്ത്. Then there's also Ruth. തൃപ്തി എന്നാണ് അതിന്റെ അർത്ഥം. Satisfaction. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്, മഗ്ലോൻ, കില്യോൻ. And they had 2 sons, Mahlon and Kilion. മഗ്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം രോഗി എന്നാണ്. Mahlon means കില്യോൻ ബലഹീനത. കില്യോൻ ബലഹീനത. Kilion means weak. യഹൂദയെ കുറിച്ച് പറയുന്നത് യഹൂദ സ്തുതി എന്ന് നമുക്കറിയാം. And then സ്തുതി, praise. പ്രൈസ്. ബോവസ് എന്നുള്ള കഥാപാത്രം ഇതിനകത്തുണ്ട്. And then there's also Boaz. അദ്ദേഹത്തിന്റെ പേര് ബലവാൻ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. And the meaning of that word is a strong man. മോവാബ്, There's Moab. കഴുകുവാനുള്ള വട്ടക എന്ന സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഒത്തിരി കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട്. There's a lot of different ഈ characters. പേരുകൾക്ക് തന്നെ അർത്ഥങ്ങളുണ്ട്. And each of these names have various വിശേഷാൽ meanings. യഹൂദന്മാര് പേരിടുമ്പോൾ അർത്ഥങ്ങൾ വെച്ചാണ് പേരിടുന്നത്. When the Jewish people gave names, they gave it with a lot of meaning behind it. അർത്ഥമില്ലാതെ പേരെടുത്തില്ല. They would never name a child with a ഒരിക്കലും meaningless name. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. There was a child once born in a family, അനീഷ് എന്ന് പേരിട്ടു. and he was named Anish. പെൺകുട്ടികളെ ഇഷ്ടമായിരുന്നു, പക്ഷെ രണ്ടാമത് ജനിച്ചത് ആൺകുട്ടിയായിരുന്നു. They would have liked more girls, but the second one was ധനീഷ് എന്ന് പേരിട്ടു. and his name was Banish. വീണ്ടും ആഗ്രഹിച്ചു, വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു. And they had another child. അത് ആൺകുട്ടിയായിരുന്നു. That was also a boy. അത് മനീഷ് എന്ന് പേരിട്ടു. And his name was Manish. വീണ്ടും പ്രാർത്ഥിച്ചു, And they prayed again. വീണ്ടും ഒരു കുഞ്ഞ് ജനിച്ചു. There was another child. അതും ആൺകുട്ടിയായിരുന്നു. And that was also a boy. ഇനി അവർ നിർത്തി ഫിനീഷ് എന്ന് പേരിട്ടു. And they named him Finish. എന്നാൽ ഇവിടെ വേദപുസ്തകത്തിലെ പേരുകൾക്കെല്ലാം അതിനർത്ഥമുണ്ട്. And just like that, there's a lot of different names. ഈ രൂത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രമാണ്. Ruth is such a blessed character. എലിമേലക്ക് എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ രാജാവാണ്. Elimelech means God is my king. ആ ദൈവമാണ് എന്നെ നടത്തുന്നത്. And that God is the one that leads. ആ ദൈവത്തിന്റെ വഴിയിലാണ് ഞാൻ ജീവിക്കുന്നത്. And that I live in the way of that God. രൂത്ത് പ്രസന്നവതിയാണ്. Ruth is
satisfaction. എപ്പോഴും അവരുടെ മുഖത്ത് ഗ്രേസ് കൃപയുണ്ട്. There was always grace in her. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നാലും Even when she went through trials and tribulations, ദൈവകൃപ അവരുടെ മുഖത്തുണ്ട്. the grace of God was always ഞാൻ visible. രൂത്തിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. I wanted to say a couple things about Ruth. ഒന്നാം അധ്യായത്തിൽ രൂത്ത് മോവാബിലാണ്. In the first chapter, Ruth is in Moab. രണ്ടാം അധ്യായത്തിൽ രൂത്ത് ബോവസിന്റെ വയലിലാണ്. Chapter 2, Ruth is in the field of Boaz. മൂന്നാം അധ്യായത്തിൽ രൂത്ത് ബോവസിന്റെ കളത്തിലാണ്. Chapter 3, Ruth is at the threshing floor. നാലാം അധ്യായത്തിൽ രൂത്ത് ബോവസിന്റെ ഹൃദയഭാഗിനിയാണ്, ഭാര്യയാണ്. In chapter 4, Ruth is the wife of Boaz. യഹൂദിലെ ബെത്ലഹേമിൽ താമസിച്ചിരുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു എലിമേലെക്കിന്റെ. The family of Elimelech was a very blessed family that lived in. ചില പ്രശ്നങ്ങൾ, ക്ഷാമം അവിടെ ഉണ്ടായി. There were some problems that happened. അവർ ആ സ്ഥലം വിറ്റ് മോവാബിലേക്ക് പോയി. And because of that, they went to Moab. ദൈവ സാന്നിധ്യമുള്ള, They left the presence of God പിതാക്കന്മാരുള്ള, with their parents, ആരാധനയുള്ള, with praise, and ന്യായപ്രമാണമുള്ള, with the law. ദൈവജനമായുള്ള നല്ല കൂട്ടായ്മയുള്ള When they had good fellowship with the ആ people, സ്ഥലം വിട്ട് they left that place മോവാബിലേക്ക് ഇറങ്ങിപ്പോയി. and went to Moab, ദൈവമില്ലാത്ത, to a land ആരാധനയില്ലാത്ത, without worship, ന്യായപ്രമാണമില്ലാത്ത, without the law, ആത്മീയ കൂട്ടായ്മയില്ലാത്ത without ഒരു spiritual fellowship. ഇറങ്ങിപ്പോക്ക് അവരുടെ ജീവിതത്തിലുണ്ടായി. And they left to that area. പക്ഷെ പിതാക്കന്മാരെ നടത്തിയ കാര്യം അവർ ഓർക്കേണ്ടതായിരുന്നു. But they should have remembered how God was. ഇസ്രായേൽ മക്കളെ അത്ഭുതകരമായിട്ട് മരുഭൂമിയിലൂടെ നടത്തിയ വിവരം ഇവർ മനസ്സിലാക്കണം. They should have remembered the blessings that God put. അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച കാര്യം ഇവർ ഓർക്കണം. They should have remembered the blessings that God gave in the life of Abraham. പക്ഷെ ഈ പ്രശ്നം വന്നപ്പോൾ അവർ ഇറങ്ങിപ്പോയി. But during this time of tribulation, they left. അവർ വിശ്വസിക്കേണ്ടതായിരുന്നു, They should have trusted ഈ ക്ഷാമകാലം മാറും, that this difficult time will, ഈ ബുദ്ധിമുട്ട് മാറും, this trial and tribulation, ഈ പ്രയാസങ്ങൾ മാറും, these difficulties that they're facing will, ദൈവം ഇവിടെ സന്ദർശിക്കും. that God will once again, എന്റെ ക്ഷാമങ്ങളും പ്രയാസങ്ങളും മാറി എനിക്കൊരു സമൃദ്ധമായ ഒരു കാലഘട്ടം ഉണ്ടാകും. and that there will be a time where they can live in peace. പക്ഷെ അവർ വിശ്വസിച്ചില്ല. But they didn't believe. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. And a lot of times this happens in our കഴിഞ്ഞ lives. കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികൾ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കളയും. We forget the great blessings that God has given us in the past. ഇന്നുകളുടെ വേദനകളെയും ഇന്നുകളുടെ നഷ്ടവും കഷ്ടവും പ്രയാസവും ഒരുപക്ഷെ നമ്മളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. Because of the various trials and tribulations that we might face today, നമ്മളെ പിന്മാറ്റത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. we might fall away. ആത്മീയ അന്തരീക്ഷം വിട്ട് പ്രാർത്ഥനയില്ലാത്ത, വേദപുസ്തക ധ്യാനമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. We might go into a situation where we don't read the word of God or we don't pray. ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. And that should never happen. തീർച്ചയായിട്ടും ദൈവം എന്നെ സന്ദർശിക്കും. For sure, God will protect us. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. God will hear our prayers. ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. He will provide a miracle in our life. ദൈവത്തിന് എന്നെ കുറിച്ച് ഉദ്ദേശമുണ്ട്. He has a purpose for me. ദൈവത്തിന് എന്നെ കുറിച്ച് പ്ലാൻ ഉണ്ട്. And he has a plan for me. ഞാൻ ദൈവത്തിന്റെ കരത്തിലായിരിക്കുന്നത്. I'm in the hands of God. എനിക്ക് വേണ്ടിയാണ് ജീവൻ നൽകിയത്. And he gave his life. എനിക്ക് വേണ്ടി ജീവിക്കുന്നത്. And he lives for me. ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. I should never be able to. പക്ഷെ അവർ പിന്മാറിൽ പോയി. But yet, Ruth and the family of. ദൈവം അവരെ സന്ദർശിച്ചു. ദൈവം സന്ദർശിച്ചു. But God still provided for them. ഒരുപാട് നഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. But there were a lot of different tribulations in their life. എലിമേലെക്ക് മരിച്ചുപോയി. Elimelech dies. മഗ്ലോനും കില്യോനും മരിച്ചുപോയി. Mahlon and Kilion also died. 3 വിധവമാർ. There are 3 widows now. അവർ ദൈവസന്നിധിയിൽ നവോമി തീരുമാനമെടുത്തു. And in the presence of God, Naomi made a decision. അവർ നേരെ ബേത്ലഹേമിലേക്ക് വരിക. And they returned to Bethlehem. ഓർപ്പ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തിരിച്ചുപോയി. Orpah hugged her and cried and then returned back to her home. രൂത്ത് അവളോട് പറ്റി നിന്നു. Ruth stayed with Naomi. അവൾ അനുഗ്രഹിക്കപ്പെടും. She will be blessed. രൂത്ത് ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. She saw the God of Israel. നവോമി അനുദപിക്കാൻ തുടങ്ങി. Naomi tried to resist. പ്രാർത്ഥിക്കാൻ തുടങ്ങി. Prayed. അവള് പണ്ടത്തെ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ ആരംഭിച്ചു. And they started to return back to രൂത്തിന് മനസ്സിലായി മോവാബിലെ ദൈവം യഥാർത്ഥ ദൈവമല്ല. Ruth came to understand that the God of Moab was not the real God. ജീവനുള്ള ദൈവമല്ല. He's not the living God. നവോമിയുടെ ദൈവം, but rather that the God of Naomi ജീവിക്കുന്ന ദൈവമാണ്. is a living God. സഹായിക്കുന്ന ദൈവമാണ്. Is a God that helps. അത്ഭുതങ്ങളുടെ ദൈവമാണ്. And that is a God that does miracles. രൂത്ത് നവോമിയുടെ പിന്നാലെ വന്നു. And Ruth followed Naomi. നേരെ യെരൂശലേമിലേക്ക് വന്നു. And they went to Jerusalem. കാല പറക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാല പറക്കുന്ന എന്ന് പറഞ്ഞാൽ യവക്കൊയ്ത്തൊക്കെ നടക്കുന്ന സമയത്ത് ഇസ്രായേലിൽ ദൈവം ഒരു കൽപ്പന കൊടുത്തതായിരുന്നു. At the time there was a command given to the Israelites. അങ്ങനെ രൂത്ത് നേരെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. Ruth left her home. ഭാഗ്യവശാൽ and by chance അവൾ ചെന്നത് ബോവസിന്റെ വയലിലായിരുന്നു. And she ended up in the field of Boaz. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നു. She ended up in the field of Boaz. ബോവസിന്റെ വയലിൽ ചെന്നാൽ അവൾ അനുഗ്രഹിക്കപ്പെടും.
And because she ended up in the field of Boaz, she was blessed. ഇവിടെ ബോവസിനെ കുറിച്ച് പറയുന്ന ബോവസ് ഒരു ബലശാലിയാണ്. It says that Boaz is a very successful, strong man. കർത്താവിനെ സാദൃശീകരിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ബോവസ് Yeah, he was protected by God. അവൾ ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ ചെന്നു. And by turn of events, she ended up in Boaz's field. അവിടെ സ്വന്തം കഴിവുകൊണ്ടല്ല, Not because of her own capabilities. അങ്ങനെ ഒരു പ്ലാൻ അവക്കില്ലായിരുന്നു. And she didn't really plan that out. അവൾ ഭാഗ്യവശാൽ അവിടെ ചെന്നു. Just by chance. ബോവസ് ബലശാലിയാണ്, Boaz is a strong. മഹാധനവാനാണ്. He's a very successful and wealthy man. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബോവസ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബലശാലിയാണ്. Our Boaz, the Lord Jesus Christ, is a very successful and strong. ബലഹീനായ നമ്മളെ സംബന്ധിച്ച് അവന്റെ അടുക്കൽ ചെന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നൽകി നമ്മളെ ബലപ്പെടുത്താൻ അവൻ ശക്തനാണ്. For us who are weak, he's able to strengthen us if we go into his presence. അവന്റെ വയലിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ കൈവിടത്തില്ല. If we go into his field, he will never let go. രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലായി. Ruth by chance ended up in the field. ബോവസിന്റെ വയലിൽ ഒരു ദൈവസഭയുടെ സാദൃശീകരിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. And in relation to that, I would like to say a couple different things. ബോവസിന്റെ വയലിൽ രൂത്ത് ഭാഗ്യവശാലാണ് വന്നത്. By chance, she ended up in the field. നാം ദൈവമക്കളായി തീർന്നതും മഹാഭാഗ്യവശാലാണ്. But we have such a great grace that God has given us. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ദൈവ കൃപയാൽ അവന്റെ വയലിൽ വന്നു. By the grace of God, we were in his field. എഫെസ്യ ലേഖനം 2:8 വായിക്കുന്നത്, in Ephesians chapter 2 verse 8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. By grace you were saved, അതിന് നിങ്ങൾ കാരണമല്ല, not because of you, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. but by the gift of God. ദൈവകൃപയാൽ നമ്മൾ ഈ വയലിൽ വന്നു. By the grace of God we were able to enter. നമ്മുടെ കഴിവുകൊണ്ടല്ല, not because of our capabilities, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, not because of our qualifications. ദൈവത്തിന്റെ അമിതമായ കൃപ കൊണ്ട് ഇവിടെ എത്തി. We were able to come here because of God's grace. എനിക്കറിയാം, ഞാനൊരു ഓലപ്പുരയിൽ ജനിച്ചു വളർന്ന ആളാണ്. I grew up in a hut. അവിടെ ദൈവം എന്നെ കോന്നിയിലേക്ക് കൊണ്ടുവന്നു. And from there God called me to എന്നെ അവിടെ രക്ഷിച്ചു. and he saved me from there. പത്തനംതിട്ട കൊണ്ടുവന്നു. Brought me to Pathanamthitta. എന്നെ വേലയ്ക്ക് വേർതിരിച്ചു. And he called me out to do his service. പല സഭകൾ ആരംഭിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. God used me to start a lot of assemblies. ഈ അമേരിക്കയിലേയും കൊണ്ടുവരാനിടയായി തീർന്നു. And he brought me here to America as well. എന്തുകൊണ്ട്? But why? ഈ ബോവസിന്റെ വയലിൽ വന്നുകൊണ്ടാ. Because of the field of Boaz. മഹാനായ മഹാധനവാനായ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മകനായി തീർന്നത് കൊണ്ടാണ്. Because I was able to end up as the son of the God who is powerful and all. ദൈവ മകനായി തീരുന്നത് ചെറിയ കാര്യമല്ല. Ending up as the child of God is not a small thing. രക്ഷിക്കപ്പെട്ട ഒരു ചെറിയ കാര്യമല്ല. Being saved is not a small ഒരു thing. സമുന്നതമായ കാര്യമാണ്. It's such a great thing. അതിന് തത്തുല്യം പറയാനൊന്നുമില്ല. There's nothing else that's on par. ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലത്. No one else can give us that. ദൈവത്തിന് മാത്രം തരാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. It's the greatest blessing that only God can give us. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. So let's praise and worship Praise the God. Lord. Praise the Lord. നമുക്ക് ഈ ബോവസിന്റെ വയലിൽ വരാനിടയായി. God has given us the ability to enter into the field. ഈ വയലിന്റെ ചില പ്രത്യേകതകൾ ഓടിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There's a couple things I would like to quickly go through. ഈ വയല് ഒരു സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ വയലാണ്. This field is a field of blessing. 8ാം വാക്യം, verse 8. കേട്ടോ മകളെ, പെറുക്കുവാൻ വേറെ വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എന്റെ ബാല്യക്കാരത്തിലോട് ചേർന്ന് കൊള്ളുക, അവർ കൊയ്യുന്ന നിലത്തിന്മേ ദൃഷ്ടി വെച്ച് അവിടെ പിന്നാലെ പിറക്കിക്കൊള്ളുക, ബാല്യക്കാരൻ നിന്നെ തുടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. Ruth chapter 2 verse 8. So Boaz said to Ruth, "My daughter, listen to me. Don't go and glean in another field, and don't go away from here." ഇതൊരു സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ വയലാണ്. This is a field with protection. ഭാഗ്യവശാൽ ഈ ബോവസിന്റെ വയലിൽ വന്നു. By grace she ended up in the field. അവളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനിടയായി. Because of that her life was blessed. നമ്മളും ഭാഗ്യവശാൽ ദൈവകൃപയാൽ നമ്മൾക്ക് രക്ഷിക്കപ്പെട്ടു. Because of the grace of God we were able to be saved. സഭ എന്ന ദേവാലയത്തിൽ വന്നു. We were able to enter into the presence of God. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. And we are blessed because of that. എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയത്. How many blessings has God? എഫെസ്യ ലേഖനം 1:3 വായിക്കുന്നു, Ephesians chapter 3 verse 1. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. God has blessed us with all blessings in heaven. ഈ ഭൗമ അനുഗ്രഹങ്ങളല്ല, Not these worldly blessings, സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ. but the blessings of heaven. ആ അനുഗ്രഹം യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് നൽകി. And he's given us those blessings through the Lord Jesus. എന്തൊക്കെയാണ് അനുഗ്രഹം? What are those blessings? അവന്റെ സന്നിധിയിൽ നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് തീർന്നു. We were able to be in his presence. ദൈവത്തിന്റെ വിശുദ്ധിയുടെ കണ്ണിന്റെ മുമ്പിൽ before the presence of God. നാം വിശുദ്ധരായി തീർന്നു. We were made holy. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു. The blood of Jesus Christ cleansed us. അത് എത്രയോ വലിയ അനുഗ്രഹമാണ്. That is such a great blessing. ദൈവം നമ്മളെ വീണ്ടെടുത്തു. God redeemed us. കർത്താവ് നമ്മളെ നീതീകരിച്ചു. He justified us. കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചു. He cleansed us.
നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതി. He wrote our names in heaven. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം നൽകി. He granted us the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നാനം നൽകി. He gave the baptism of the Holy Spirit. ആത്മാവിന്റെ മുദ്ര നൽകി. The seal of the Holy Spirit. ജീവിതത്തിൽ രൂപാന്തരം നൽകി. A transformation in our life. ഭാവിയിൽ ദൈവം നമ്മളെ അത് രൂപാന്തരപ്പെടുത്താൻ പോകുകയാ. And in the future he will ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീഭവിക്കാൻ പോകുകയാ. And he will live with Christ in heaven. അനുഗ്രഹത്തിന്റെ വലിയൊരു കലവറയാണ് കർത്താവ് നൽകിയത്. God has given us so many different blessings. ഭൗതികമായിട്ടും ദൈവം നമ്മളെ സഹായിക്കും. God will help us materially as well. അവൻ നമുക്ക് നന്മ തരുന്നവനാണ്. He gives us grace. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആത്മീയവും, He gives us blessing means spiritual. ഭൗതിക കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ നന്മയാണ്. And everything that we have here on this earth is a blessing from God. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22:17 വായിക്കുന്നു. Genesis chapter 22:17. verse 17. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. I will bless you. ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. I will bless you greatly. ദൈവം അബ്രഹാമിനോട് പറയാണ്. And God is saying this to Abraham. 9:1 വായിക്കുന്നു. 9:1 In chapter 9 verse 1. നോഹയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിച്ചു. God blessed the family of Noah നോഹയും കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. and his family. ഉൽപ്പത്തി 1:28-29 വായിക്കുന്നത്. In chapter 28 and 29. ആദമിനെ ഹവ്വയെ ദൈവം അനുഗ്രഹിച്ചു. He blessed Adam. 1 verse 28 and 29. Okay. He blessed Adam. സങ്കീർത്തനം 112:3 വായിക്കുന്നു. And in Psalm chapter 112. ഞാൻ നിനക്ക് ഐശ്വര്യം സമ്പത്ത് നൽകുമെന്ന്. I will give you great blessings. നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. God is blessing us. ഈ വയലിൽ വന്നാൽ If we enter into this, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. there's no need for us to despair. ഭാരപ്പെടേണ്ട ആവശ്യമില്ല. There's no need for us to നമ്മൾ be burdened, ആത്മീയമായിട്ട് മാത്രമല്ല, not just നമ്മളെ spiritually, ഭൗതികമായിട്ടും but also materially. അനുഗ്രഹിക്കുവാൻ He will bless us, ദൈവം വിശ്വസ്തനാണ്. and He is faithful in that കാരണം അവന്റെ വയലിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. because we're in His field. രണ്ടാമതായിട്ട് The second thing I'd like to say, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ in verse 9, ആരും ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. I have told the men not to touch you. സംരക്ഷണത്തിന്റെ വയലാണ്. It's a field of protection. സുരക്ഷിതത്വത്തിന്റെ വയലാണ്. It's a field of safety. ഇവിടെ സമൃദ്ധിയായ അനുഗ്രഹമുണ്ട്. There's a blessing here. രണ്ടാമത് ഇവിടെ സംരക്ഷണമുണ്ട്. Then there's also protection here. ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കും. God will protect His children. 27-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. In Psalm chapter 27, ദാവീദ് പറയാ, David is saying, ദൈവമേ, God, നീ എന്റെ ജീവന്റെ ബലം. you are the strength of my life. ഞാൻ ആരെ പേടിക്കും? Who shall I fear? ശത്രുക്കൾ അപ്പുറത്തുണ്ട്. There are enemies in front of me. വലിയ പോരാട്ടം എന്റെ മുമ്പിലുണ്ട്. There's a great battle in front of me. എന്നെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ശത്രു ചുറ്റും സഞ്ചരിക്കുകയാണ്. There are enemies all around me seeking. ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പറയുന്നത്, David says to God, ദൈവമേ, എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. I'm surrounded by my enemies. എന്നാൽ നീയാണ് എന്റെ ജീവന്റെ ബലം. But yet you are the strength of my life. ശക്തന്മാരായ യോദ്ധാക്കളായ പട്ടാളക്കാരല്ല എന്റെ ജീവന്റെ ബലം. It's not the strong warriors that are my. എന്റെ അധികാരത്തിന്റെ ചെങ്കോലല്ല എന്റെ ജീവന്റെ ബലം. It's not my authority. എന്റെ ബന്ധുക്കളുടെ ശക്തിയല്ല എന്റെ ജീവന്റെ ബലം. It's not the strength of my relatives. എന്റെ ജീവന്റെ ബലം ദൈവമേ അങ്ങാണ്. The strength of my life. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ when God walked the Israelites through the land, തന്റെ മക്കളെ എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം സംരക്ഷിച്ചത്. How miraculously did He ചെങ്കടൽ അവിടെ മുമ്പിൽ തടസ്സമായി നിന്നു. The sea was in front of them. ചെങ്കടലിനെ ദൈവം രണ്ടായിട്ട് മാറ്റി. And He split the sea in two. യോർദാൻ തടസ്സമായിട്ട് നിന്നു. The river Jordan was in ചിറ പോലെ നിർത്തി. and he stopped the. വെള്ളമില്ലാതെ ഭാരപ്പെട്ടു. They didn't have water to. പാറയപ്പോഴും തടാകം പോലെ ദൈവം കൊടുത്തു. He വെള്ളം gave them കൊടുത്തു. water from the rock. കൈപ്പേറിയ വെള്ളത്തെ ദൈവം മധുരമാക്കി. He turned the bitter water into sweet water. ആശ്ചര്യകരമായ ഒരു കാര്യം, so many different. അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല. Even the smallest things, their sandals ഉടുപ്പ് were not. പഴകിപ്പോയില്ല. Their shirts did not get torn. എന്തൊരു ആശ്ചര്യകരമായ പരിപാലനം. How great of a blessing and ഈ protection. വയലിൽ വന്നാൽ And if we come into അവൻ നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. He will protect us. പ്രിയപ്പെട്ടവരെ, Dear ones, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും വിഷമത്തോടെ ഭാരത്തോടെ രോഗത്തോടെ എന്തുകൊണ്ടെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരാരെങ്കിലും ഉണ്ടോ? if there's anyone that's going through difficulties in their life, എന്നെ മനസ്സിലാക്കുവാൻ, എന്നെ അംഗീകരിപ്പാൻ ആരുമില്ലാന്ന് ചിന്തിക്കുന്നുണ്ടോ? are we ever thinking that there's no one that understands? മുമ്പിൽ ചില തടസ്സങ്ങൾ കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ, തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടോ? When we're facing difficulties in front of us and are unable to come to a ജീവിതത്തിൽ എന്ത് പ്രശ്നമായിരുന്നാലും decision, whatever difficulty we may face, നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിക്കും. our God will protect us. നമ്മുടെ കർത്താവ് നമ്മളെ സംരക്ഷിക്കും. Our God will keep us safe. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. And may God bless. ഈ വയല് അനുഗ്രഹത്തിന്റെ വയലാണ്. This field is a field. ഈ വയല് സംരക്ഷണയുടെ വയലാണ്. This field is field of protection. മൂന്നാമതായി, Thirdly, 7-ാം വാക്യം, verse 7. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പിറക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ
പിറക്കിക്കൊണ്ടിരുന്നു. She said, "Please let me glean and gather among the sheaves behind the ഈ harvesters." വയലിൽ വന്ന് പിറക്കാതിരിക്കരുത്. We have to come to this field and harvest. എന്ന് പറഞ്ഞാൽ പിറക്കിയാലേ പ്രതിഫലം കിട്ടത്തുള്ളൂ. If we don't gather, we're not going to get any blessings. ദൈവസഭയുടെ സുപ്രധാനമായ 2 ഉദ്ദേശങ്ങളുണ്ട്. There are 2 intentions behind the church. ഒന്ന്, അവനെ ആരാധിക്കണം. 1, to worship him, 2, അവനെ സാക്ഷീകരിക്കണം. and 2, to testify to ഈ him. വയലിൽ കർത്താവ് നമ്മളെ കൃപയാലാണ് കൊണ്ടുവന്നത്. God brought us into this field, ഇവിടെ സ്വർഗീയ അനുഗ്രഹങ്ങളുണ്ട്, and there are heavenly blessings here, ഇവിടെ സംരക്ഷണമുണ്ട്. and there's protection. ഇത് അനുഭവിക്കുന്ന But now that we experience all this, പിറക്കണം. we still have to gather. എഫേസ്യർ 2:10 വായിക്കുന്നു, In Ephesians chapter 2, verse 10, സൽപ്രവൃത്തിക്കായിട്ട് നമ്മളെ പുതിയ സൃഷ്ടിയാക്കി ദൈവം തീർത്തു. he has created us as new creations to do his work. നമ്മൾ പിറക്കാതിരുന്നാൽ If we don't do anything, പ്രതിഫലം കിട്ടത്തില്ല. if we don't do anything, we don't get രൂത്ത് ഈ വയലിൽ വന്ന് രാവിലെ അവൾ പിറക്കാൻ തുടങ്ങി. Ruth came to this field early in the morning, and she started. അല്പസമയം വീട്ടിൽ ഇരുന്നുള്ളൂ. She was only at home for a little. ഈ വയലിൽ വന്നാൽ But if we come to this, ദൈവമക്കൾ പിറക്കണം. we have to harvest. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. We have to do something for God. കർത്താവിനെ സാക്ഷീകരിക്കണം. We have to testify. സുവിശേഷ വേല ചെയ്യണം. We have to do the work of അതിന് God. പിന്നിൽ നിൽക്കണം. We have to support the ministry. സാമ്പത്തികമായി സഹായിക്കണം. If it's financially, ആത്മാക്കളെ നേടുന്ന ജോലിയിൽ maybe in work, jobs that എല്ലാവിധമായ സപ്പോർട്ട് ചെയ്യണം. we have to support in any way that we can. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. And that's what God desires. അവൾ പിറക്കിയത് മെതിച്ചപ്പോൾ, And when she did that, 2:17 വാക്യത്തിൽ വായിക്കുന്നത്, chapter 2, verse 17, ഏകദേശം ഒരു പറ യവം കിട്ടി. സ്തോത്രം. it amounted back to about an ephah. കൈയും വീശി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. She left the home with nothing in her hand. നവോമി ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുക, എന്റെ മകൾ എവിടെ പോയി? Naomi's looking for her with, പക്ഷെ രൂത്ത് പിറക്കിക്കൊണ്ടിരുന്നു. but Ruth kept gathering. പിറക്കി മെതിച്ചപ്പോൾ But when she finished all of that, ഏകദേശം ഒരു പറ യവം കിട്ടി. and she got a lot of wheat from that. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആയുസ്സും ആരോഗ്യമുള്ളപ്പോൾ, when we have strength and health, ബുദ്ധിശക്തിയും ഓർമ്മയുള്ളപ്പോൾ, when we have memory, ജീവിത സാഹചര്യങ്ങളുള്ളപ്പോൾ, when we have the opportunity, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ we have to do something for God. മെതിക്കുന്ന ഒരു സമയമുണ്ട്. And then there will be a time where we പ്രതിഫലം തരുന്ന ഒരു സമയമുണ്ട്. there will be a time for അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതായാലും തീയതായാലും whether we do something good or bad in our life, തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് in order we will get the reward. ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വെളിപ്പെടും. Everything will be revealed, അവിടെ പ്രതിഫലം കിട്ടും. and there we will get our reward. ജോർജ് ബെർവിനെ നിങ്ങൾക്ക് അറിയാം. ജോർജ് ബെർവ് OM ടീമിന്റെ ഡയറക്ടറാണ്. Yeah, he's the director for. അദ്ദേഹം രക്ഷിക്കപ്പെടാനായിട്ട് ഒരു മുഖാന്തരം ഉണ്ടായി. He was also saved. ഒരു അമ്മച്ചി ഒരു ട്രാക്ട് കൊടുത്ത സുവിശേഷ പ്രതി കൊടുത്തതാണ്. A grandmother gave him അത് വായിച്ചു. He read that. ദൈവത്തിന്റെ ആത്മാ ഇടപെട്ടു. The Holy Spirit intervened. തുറന്ന് അദ്ദേഹം രക്ഷിക്കപ്പെടുവാനും and he was able to be, വേലയ്ക്ക് വേർതിരിയുവാനിടയായി. and he went out for, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരെ കൃപയിലേക്ക് കൊണ്ടുവരാനുള്ള ഭാഗ്യം തനിക്ക് ദൈവം കൊടുത്തു. and because of that he was able to bring hundreds of people to the knowledge of God. ഞാൻ ചിന്തിക്കുകയാണ്, I'm thinking that ആ പ്രതിഫലം കൊടുക്കുന്ന സമയത്ത്, during that time of reward, ജോർജ് ബെർവിനെ വിളിക്കുന്ന സമയത്ത്, when God calls this brother, ആ അമ്മച്ചി അവിടെ കാണും. that grandmother will be there. തീർച്ചയായിട്ടും അമ്മച്ചിക്ക് പ്രതിഫലമുണ്ട്. There will definitely be a reward for her. പ്രിയപ്പെട്ടവരെ, മെതിക്കുന്ന ഒരു സമയമുണ്ട്. There will be a time where we പ്രസംഗിക്കാൻ ഒരുപക്ഷെ നമുക്ക് അറിയണമെന്നില്ല. we don't necessarily have to know how പക്ഷെ to preach, പ്രാർത്ഥിക്കാം. but we can pray. ഒരു ട്രാക്ട് കൊടുക്കാം. We can give people tracts, മെതിക്കുമ്പോൾ പ്രതിഫലം കിട്ടും. and we will get a reward for what we do. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. May God help us. കർത്താവ് തരുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാം. Let's use all the opportunities that God gives us, and ധാരാളം അവസരങ്ങൾ ദൈവം നൽകട്ടെ. may God give us many ഈ opportunities, സഭയുടെ അതിരുകൾ വിസ്താരമായി തീരട്ടെ. and may because of that may be ഈ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. may this assembly be blessed. ധാരാളം പ്രതിഫലം ലഭ്യമാകുവാൻ ദൈവം കടാക്ഷിക്കട്ടെ. May God give us the many rewards. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. I'll say one more ഞാൻ thing. പറഞ്ഞത്, ഭാഗ്യവശാൽ ഈ വയലിൽ രൂത്ത് വന്നു. I said by grace, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. by grace we were ഈ saved. വയലിൽ സമൃദ്ധമായ അനുഗ്രഹമുണ്ട്. In this field there's ദൈവം നമ്മളെ ആത്മീയമായിട്ട് അനുഗ്രഹിച്ചു. God has blessed us greatly. ഈ വയലിൽ സുരക്ഷിതമുണ്ട്. In this field there's safety. ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. God is protecting us. അവൾ ഈ വയലിൽ വന്ന് പിറക്കിക്കൊണ്ടിരുന്നു. She was gathering in this field, ഇവർക്ക് പ്രതിഫലമുണ്ട്. and there's a reward for that. നാലാമതായി And 10-ാം വാക്യം, verse 10. എന്നാൽ അവൻ സാഷ്ടാംഗം വീണ് അവനോട്, അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. Ruth chapter 2 verse 10. At this she bowed down with her face to the ground. അവൾ സാഷ്ടാംഗം വീണ് നമിച്ചു. She bowed down with her face to the ground. സാഷ്ടാംഗം വീണ് ആരാധിച്ചു. She bowed down with her face to the ground. ബോവസിനോട് അവൾ നന്ദി പ്രകടിപ്പിക്കുകയാണ്. She's showing her gratitude to Boaz. ഇത്രത്തോളം കരുണ കാണിച്ച ബോവസിനോട് നന്ദി കാണിക്കുകയാണ്. And she's showing her gratitude to Boaz for his. സാഷ്ടാംഗം വീഴുകയാണ്.
and she's falling at her feet. ലൂക്കോസ് 17 നമ്മൾ വായിക്കുന്നത് In Luke chapter 17, ഒരു കുഷ്ഠരോഗി 10 പേര് സൗഖ്യമായ ഒരു കുഷ്ഠരോഗി മടങ്ങി വന്ന് when the pair കാൽക്കൽ കമന്ന് വീണ് നന്ദി പറയാ. after Jesus healed some people, only one of them returned. ഇതാ അവൾ സാഷ്ടാംഗം വീണ് പ്രണമിക്കുകയാണ്. They're falling at his feet. അതല്ലേ നമ്മളിവിടെ ചെയ്തത്. Isn't that what we're doing here today? കർത്താവ് നമ്മളെ സ്നേഹിച്ചു. God has loved us. അവൻ നമ്മളെ രക്ഷിച്ചു. He has saved us. അവൻ നമ്മളെ ശുദ്ധീകരിച്ചു. He has cleansed us. സ്വർഗ്ഗത്തിന്റെ വകയാക്കി തീർത്തു. And he's made us into, ഇത്രത്തോളം നമ്മൾ അനുഗ്രഹിച്ചു. and he's blessed us. ആ കർത്താവിന് മുമ്പാകെ And before that നന്ദി presence of God, നന്ദി പറയാ. we're saying ദാവീദ് പറയുന്നത് thank you to God. ദാവീദ് പറയുന്നത് David is saying, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. I will praise God every day. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. His praise will always be on my tongue. പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ When Paul was writing the book of Thessalonians, താൻ ഇപ്രകാരം പറയുന്നു, he said like this, ഞാൻ ഇടവിടാതെ സ്തോത്രം ചെയ്യും. I will pray. ഇതാണ് ദൈവം എന്നെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നത്. God desires us to praise without ceasing, നന്ദിയുള്ളവരായിരിക്കുക, to be with gratitude. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. May God bless us. ഇത്രത്തോളം ദൈവം സഹായിച്ചുകൊണ്ട് നന്ദി പറയാം. Let's give thanks to God for all the help that He's എനിക്ക് provided. ഇവിടെ കടന്നു വരുവാനും For the opportunity to come here സാക്ഷ്യം പറയുവാനും and to testify ഈ വചന ശുശ്രൂഷ ചെയ്യുവാനും and to do this word ministry. അവസരം ലഭ്യമായതിന് സന്തോഷിക്കുന്നു. I'm happy for that opportunity that you നിങ്ങളോട് ഹൃദയംഗമായ ഞാൻ നന്ദി അറിയിക്കുകയാണ്. I show all my gratitude to you. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless you all greatly. താങ്ക് യു.